ഹലോ, നമ്മൾ FSSAI സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതിൽ കമ്പനി കോൺട്രാക്റ്റ് ചോദിക്കും. ഇപ്പോൾ മോഡികെയറുമായി നമ്മുടെ ഒരു കോൺട്രാക്റ്റ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ പിന്നെ നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിളോ അല്ലെങ്കിൽ ക്രോമോ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്രോം ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്താൽ നമ്മുടെ modicare.com ഞാൻ ഓൾറെഡി ഇപ്പം modicare.com ഓപ്പൺ ചെയ്തതുകൊണ്ടാണ് അത് നേരിട്ട് മോഡികെയറിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ modicare.com ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഏറ്റവും ടോപ്പിൽ. ഓക്കെ, modicare.com സെർച്ച് ചെയ്യുക. ഗോ എന്നുള്ള ബട്ടൺ താഴേക്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് മോഡികെയറിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിലേക്ക് സൈൻ ചെയ്യണം, അതായത് സൈൻ ഇൻ ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു മനുഷ്യൻ്റെ ചിഹ്നം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടുന്ന് സൈൻ ഇൻ എന്ന് പറഞ്ഞ ബട്ടൺ ടോപ്പിൽ കാണാം. സൈൻ ഇൻ, രജിസ്റ്റർ, ഡെലിവറി ടു, സെലക്ട് പിൻകോഡ്. അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം MCA നമ്പറും പാസ്വേഡും ടാപ്പ് ചെയ്യാൻ. അപ്പോൾ MCA നമ്പറും പാസ്വേഡും കൊടുക്കുക. MCA നമ്പറും പാസ്വേഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, അതിലൂടെ 2 ഫ്ലാഷ് മെസ്സേജ് കാണാം, അതൊന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ്. നമ്മുടെ പേജിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പേര്, നമ്മുടെ MCA നമ്പറൊക്കെ കാണാം. ഇവിടെ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആ 3 ലൈൻ അതാ മെയിൻ മെനു ബാർ എന്ന് പറയും, അതിൽ ടാപ്പ് ചെയ്യാം. അവിടുന്ന് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. പ്രൊഫൈൽ ഏറ്റവും ടോപ്പിൽ പ്രൊഫൈൽ കണ്ടില്ലേ, മൈ മോഡികെയർ ഷോപ്പ്, മോഡികെയർ റിവാർഡ് ക്ലബ്ബ്, റിപ്പോർട്ട്. അപ്പോൾ അതിൽ ഏറ്റവും മുകളിലുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഉണ്ടാവും ഡൗൺലോഡ് കോൺട്രാക്റ്റ്. ഏറ്റവും താഴെ അപ്ഡേറ്റ് FSSAI എന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡൗൺലോഡ് കോൺട്രാക്റ്റ് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിലേക്ക് പോവുകയാണ്. വെയിറ്റ് ചെയ്യണം. നെറ്റ്വർക്കിൻ്റെ അതാ കണ്ടില്ലേ, ഇവിടെ ഡൗൺലോഡ് TNC കോൺട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ചെയ്യാം. ഫയൽസിൽ സേവ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഫയലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സേവ് ആണ്ടി ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ഒരു മിനിറ്റ്. ഞാൻ ഓൾറെഡി സേവ് ചെയ്തതുകൊണ്ടാണോ? അല്ല, അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഡൗൺലോഡിംഗ് ആണ്, ഡൗൺലോഡ് ആയിട്ടില്ല. ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയ ഫയലിൽ അവിടെ കാണാൻ കഴിയും PDF ആയിട്ട് 2, 3, 4 പേജ് ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺടാക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ ഫയലിലുണ്ടാവും. ഫയൽ നിങ്ങൾക്കത് വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾ പിന്നെ നമ്മളെ ഇത് ചെയ്യുന്ന ആൾക്ക് FSSAI സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന അയച്ചു കൊടുക്കാം. അതേപോലെ അക്ഷയ സെൻറ്ററിലാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അയച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഡൗൺലോഡിങ്ങിലാണ്, അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് കിട്ടാത്തതിൻ്റെ കാരണം. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഏറ്റവും താഴെ ഡൗൺലോഡ് കംപ്ലീറ്റ് ഓപ്പൺ. 5 പേജുള്ള ഒരു കോൺട്രാക്റ്റ് ആട്ടോ. ഓക്കെ, ഈ സാധനമാണ് നമുക്ക് ആർക്ക് വേണ്ടത്, നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ആവശ്യം. നമുക്ക് FSSAI സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന സമയത്ത്